ഇന്ത്യയിലെ ഇസ്ലാം കടന്നുവരവിന് വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരാളാണ് മാലിക് ബിൻ ദിനാർ. കച്ചവടത്തിനും മതപ്രചാരണത്തിനുമായി എത്തിയ മാലിക് ബിൻ ദിനാറും കൂട്ടരും 10 ഇടങ്ങളിലായി പള്ളി പണി കഴിപ്പിക്കാൻ അതാത് രാജാക്കന്മാർ അനുമതി കൊടുക്കുന്നു. അതിൽ പ്രകാരമാണ് നമ്മൾ ഈ കാണുന്ന ക്ഷേത്ര മാതൃകയിൽ പണി കഴിപ്പിച്ച കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിൽ ഒന്നായ മാലിക് ബിൻ ദിനാർ മസ്ജിദ് പണി കഴിപ്പിച്ചത്. AD 642-43 കാലത്ത് പണി കഴിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മാലിക് ബിൻ ദിനാർ മസ്ജിദ് കേരളത്തിലെ മുസ്ലിം വിശ്വാസികൾക്കിടയിൽ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് എന്നതിൽ സംശയമില്ല. തളങ്കരയിലാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. മാലിക് ബിൻ ദിനാറിൻ്റേതെന്ന് കരുതപ്പെടുന്ന ശവകുടീരവും ഇവിടെ തന്നെ ഉണ്ട്. ചരിത്രവും വിശുദ്ധിയും തളം കെട്ടിക്കിടക്കുന്ന മാലിക് ബിൻ ദിനാർ മസ്ജിദ് കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സുപ്രധാന ഇടങ്ങളിൽ ഒന്നാണ് എന്നതിൽ സംശയമില്ല. ഇവിടെ പോയിട്ടുള്ളവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമല്ലോ. ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം.